ശ്രീത്ത്, ഇപ്പം കോൺഗ്രസിൽ നിന്ന് തുടർച്ചയായിട്ട് ബി ജെ പിയിലേക്ക് ഒരു പ്രവാഹമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യത്തിലാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നത്. കോൺഗ്രസ്സുകാർ വലിയ സ്വീകരണമാണ് നൽകി കൊണ്ടുചെന്നിരുത്തിയിരിക്കുന്നത്. അതുപോലെ പലയിടങ്ങളിൽ നിന്നായിട്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഇങ്ങനെ ചെറിയൊരു ഒഴുക്ക് ഉണ്ടായി. പക്ഷെ ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടതാണ്. മുതിർന്ന നേതാവായ പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശം. അതുപോലെ ദേശീയ തലത്തിൽ നിരവധി നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് വരികയുണ്ടായി. കേരളത്തിൽ ഇങ്ങനെ പോകുന്നതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ 2026 കോൺഗ്രസ്സുകാർ കേരളം പിടിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണോ ഉള്ളത്? തീർച്ചയായും അത്തരത്തിലാണ്. കാരണം 2016-ലും 2021-ലും അവർക്ക് അധികാരം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അധികാരം പിടിക്കുക എന്നൊരു ലക്ഷ്യവുമായാണ് ഈ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ ഇനി SDPI നിന്നോ പോപ്പുലർ ഫണ്ടിൽ നിന്നോ ആൾക്കാർ വന്നാൽ ഉൾപ്പെടെ തങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് നിലവിൽ പോകുന്നത്. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് ആളുകളെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുക, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും എല്ലാ പാർട്ടികളിൽ നിന്നും തങ്ങളുടെ പാളയത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് നിലവിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് തന്നെ BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ്, വയനാട്ടിലെ മുൻ ജില്ലാ പ്രസിഡന്റ് KP മധു കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി അവിടുത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അന്ന് സന്ദീപ് വാര്യർ BJPയിലേക്ക് ചേർന്നതിന് പിന്നാലെ ഈ BJP നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് K സുരേന്ദ്രനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയ നേതാവായിരുന്നു KP മധു. പിന്നീട് KP മധുവുമായി CPM, അതോടൊപ്പം തന്നെ കോൺഗ്രസും മറ്റു പാർട്ടികളും എല്ലാം ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം അന്ന് തുറന്നു പറഞ്ഞിരുന്നു, ഞാനുമായി പല പാർട്ടികളും ചർച്ച നടത്തുകയാണ്, കൃത്യമായി എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്ന കൃത്യമായി ഓഫർ വയ്ക്കുന്ന പാർട്ടിയിലേക്ക് താൻ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഈ അവസാന ഘട്ടത്തിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ്. അവിടെ പ്രത്യേകിച്ച് അറിയാം, ഈ വയനാട് BJPക്ക് സംഘടനാപരമായ വലിയ സ്വാധീനമില്ലാത്തൊരു പ്രദേശമാണ്. അപ്പോൾ ആ സ്വാധീനമില്ലാത്ത പ്രദേശത്ത് നിന്നും ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ BJP വിട്ടുപോകുന്നത് BJP വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സന്ദീപ് വാര്യറിന് ഇപ്പോൾ ഈ കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അതിനാൽ തന്നെയാണ് ഇത് കോൺഗ്രസിന് ഒരു ഊർജവുമാണ്. ഇനി BJPയിൽ നിന്ന് പല നേതാക്കളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും അവർ ഇതിന്റെ ഭാഗമായാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ദേശീയ തലത്തിൽ എപ്പോഴും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കാണ് പോകുന്നത് എന്നൊരു എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്. ആ തോന്നൽ കേരളത്തിലെങ്കിലും മാറ്റിമറിക്കുവാൻ വേണ്ടിയാണ് സന്ദീപ് വാര്യറിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പാർട്ടിയിൽ നിന്ന് മാത്രമല്ല ഈ കൊഴിഞ്ഞുപോക്ക്. ഇന്നലെ പാലക്കാടുള്ള കുറച്ച് നേതാക്കൾ BJPയിൽ ചേർന്നിരുന്നു. CPM നേതാക്കൾ BJPയിൽ ചേർന്നു, ചില CPM നേതാക്കൾ കോൺഗ്രസിൽ ചേരുന്നു, കോൺഗ്രസ് നേതാക്കൾ CPMൽ ചേരുന്നു. അങ്ങനെ കേരള രാഷ്ട്രീയം ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. പണ്ടല്ല ഈ ആശയം പറഞ്ഞാണ്, കാരണം നമ്മളൊരു കുട്ടിക്കാലത്ത് തന്നെ ഒരു പാർട്ടിയിൽ ചേർന്നു, ആ ആശയം എന്താണെന്ന് മനസ്സിലാക്കുന്നു, പിന്നീട് ആശയവുമായാണ് മുന്നോട്ട് പോകുന്നത്. മറിച്ച് ഇപ്പോൾ ചെറിയ നേതാക്കൾ മുതൽ ഒരു ബ്രാഞ്ച് തലം മുതൽ തന്നെ, അല്ലെങ്കിൽ ഒരു ബൂത്ത് തലം മുതൽ തന്നെ സംസ്ഥാന നേതൃത്വം വരെയുള്ള എല്ലാ നേതാക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് ഇപ്പോൾ ഒരു മടിയുമില്ല. അതാണ് നാം കണ്ടത്. സാർ അല്പസമയം മുൻപ് പറഞ്ഞ പോലെ പത്മജ വേണുഗോപാൽ, അതോടൊപ്പം തന്നെ അനിൽ ആന്റണി, കോൺഗ്രസിലെ പല അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ CPMയിലേക്ക് പോകുന്നു, CPMന്റെ നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുന്നു. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കുന്നു. എന്തായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചടി ഉണ്ടാകുമോ അതോ ഇനി ഗുണം ചെയ്യുമോ എന്നത് 2026 അറിയാൻ കഴിയും. അല്ലാതെ ഇപ്പോൾ സന്ദീപ് വാര്യർ വന്നത് കൊണ്ടാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു അതൊന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിജയിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്തായാലും 2026 ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴാണല്ലോ എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്ന് മനസ്സിലാക്കുക. ഉദാഹരണം നാം നെയ്യാറ്റിൻകര എടുത്തു നോക്കിയാൽ അറിയാൻ കഴിയും. അത് നെയ്യാറ്റിൻകരയിൽ സെൽവരാജ് കോൺഗ്രസിലേക്ക് പോവുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസ് പറഞ്ഞു, ഇനി ആ മണ്ഡലം തങ്ങളെ കൈവിടില്ല, സെൽവരാജിലൂടെ തന്നെ
ഇനി വർഷങ്ങളോളം അത് നിലനിർത്താമെന്നായിരുന്നു അന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടിരുന്നത്. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി 2016-ലും 2021-ലും CPM വലിയ ഭൂരിപക്ഷത്തിനാണ് ആ മണ്ഡലം നിലനിർത്തുന്നത്. കോൺഗ്രസ് പിന്നീട് അവിടെ ഒരു വളർച്ചയും ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സന്ദീപ് വാര്യറും മറ്റു BJP വിട്ടവരും എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നറിയാൻ വേണ്ടി 2026 വരെ കാത്തിരിക്കണം. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുധാകരനുമായെല്ലാം അന്ന് ചർച്ച നടത്തിയിരുന്നു. എങ്ങനെയെങ്കിലും പല നേതാക്കളുടെയും തങ്ങളുടെ പാളയത്തിൽ എത്തിക്കുക എന്നതാണ് ഇപ്പോൾ പ്രധാനമായി കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് അന്ന് G സുധാകരനുമായി അന്ന് ആലപ്പുഴയിൽ എത്തി KC വേണുഗോപാൽ തന്നെ നേരിട്ട് ഈ ചർച്ച നടത്തുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഈ കോൺഗ്രസിന്റെ ഈ അധികാരത്തോടുള്ള ഒരു വലിയ താല്പര്യം 2026 ലക്ഷ്യമിട്ട് പോവുകയാണ്. പക്ഷെ ഇത് അമിതമായ ഈ ആഗ്രഹം വലിയ തിരിച്ചടിയാകുമോ എന്നും എല്ലാവരും നോക്കിക്കാണുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ അമിത താല്പര്യം കോൺഗ്രസിനെ SDPIയുമായും പോപ്പുലർ ഫണ്ടുമായി അടുപ്പിക്കുന്നുണ്ടോ എന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ആദ്യമായി തന്നെ ഒരു പ്രകടനം നടത്തിയത് SDP ആയിരുന്നു. പിന്നീട് ആ ചർച്ചയിൽ ഉയർന്നു വന്നപ്പോൾ SDPയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ടെന്നോ അത് തങ്ങൾ വാങ്ങിയെന്നോ, അതോടൊപ്പം തന്നെ SDPയും പോപ്പുലർ ഫണ്ടിനെ തള്ളിപ്പറയാൻ അവർ തയ്യാറായിട്ടില്ല. എല്ലാ പാർട്ടിയെയും പോലെ തന്നെ അവർ SDPയും എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം MEG7നുമായി ബന്ധപ്പെട്ട് വിവാദം വന്നപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് MEG7നെ കുറിച്ച് പുകഴ്ത്താനായി മലപ്പുറത്തെ അവരൊരു യൂണിറ്റിൽ പോയി പരിപാടിയിൽ തന്നെ പങ്കെടുക്കുകയാണ്. പോപ്പുലർ ഫണ്ടുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന ഒരു സംഘടനയിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് തന്നെ പോയി പങ്കെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് MP ആയ ശ്രീകണ്ഠൻ പാലക്കാട് ഒരു MEG7ന്റെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതെല്ലാം എന്തായാലും ഭൂരിപക്ഷ സമുദായത്തെ എത്രത്തോളം സ്വാധീനിക്കുമെന്നത് നാം കണ്ടറിയണം. മറുവശത്താണെങ്കിൽ ഈ ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് വലിയ രീതിയിൽ തിരിച്ചടി വാങ്ങിയതിന് പിന്നാലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളെ എതിർത്താണ് നിലവിൽ CPM മുന്നോട്ട് പോകുന്നത്. അത് മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ പ്രസ്താവന വരുന്നു. അതിനുശേഷം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും SDPയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നു. അത് അൻവറുമായി ബന്ധപ്പെട്ടാണ്. അൻവറിന്റെ ചന്തക്കുന്നിലെ ഈ ഒരു സമ്മേളനം ഉണ്ടായത്. ആ സമ്മേളനത്തിൽ എത്തിയവർ മുഴുവൻ SDP ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്, അത് അവർ ഈ കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ സംഘപരിവാറിനേക്കാൾ കൂടുതൽ ആർജവത്തോടെയായിരുന്നു ഗോവിന്ദൻ പറഞ്ഞത്. പിന്നീട് നാം പല ഘട്ടങ്ങളിലും കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൂർണ്ണമായി തന്നെ പിണറായി മൈക്ക് കിട്ടുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെയും അതോടൊപ്പം തന്നെ SDP വിമർശിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഉണ്ടായത് ഈ കോഴിക്കോടാണ്. MEG7നുമായി ബന്ധപ്പെട്ട് MEG7 പണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ സംഘപരിവാറോ അതോടൊപ്പം തന്നെ BJPയോ ഹിന്ദു ഐക്യവേദിയോ ആയിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ ആദ്യമായി പൊതുസമൂഹത്തിൽ എത്തിക്കുക. എന്നാൽ MEG7നുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ അത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ മോഹനനാണ് ഇതിനെക്കുറിച്ച് ആദ്യം പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്. ഇത് ഒരു വർഗീയ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ചില അംഗങ്ങൾ ചേർന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണെന്ന രീതിയിൽ അദ്ദേഹം ഉന്നയിക്കുകയാണ്. പിന്നീട് അദ്ദേഹം മലക്കമറിഞ്ഞെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം ന്യൂനപക്ഷത്തെ ഒരു എതിർചേരിയിൽ നിർത്താനുള്ള ശ്രമം എന്തായാലും ഒരു ഭാഗത്ത് LDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല മേഖലയിലും തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വോട്ട് വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 2021 സീറ്റ് എത്ര ലഭിച്ചിട്ടുണ്ടോ അത് തന്നെ വീണ്ടും നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഹിന്ദു മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അവർ എല്ലാ കാലത്തും തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ മലപ്പുറമോ കോഴിക്കോടോ ഒന്നും അവിടെയെല്ലാം ഈ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ CPMന് വലിയ റോളില്ല. ഈ മലപ്പുറം കോഴിക്കോട് ജില്ല പിന്നീട് കാസർഗോഡ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ശക്തിയുള്ള മണ്ഡലങ്ങൾ മുഴുവൻ മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു 30-40 മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതിൽ 20-25 ഇപ്പോഴും ഇരിക്കുന്നത് UDFന്റെ. അത് മധ്യ തിരുവിതാംകൂറിലേക്ക് വരുമ്പോഴും ആ രീതിയിലാണ് നാം കാണുന്നത്. പല ക്രിസ്ത്യൻ മണ്ഡലങ്ങളും ഇരിക്കുന്നത് ഇപ്പോഴും UDFന്റെ കയ്യിലാണ്. പിന്നീട് ഇപ്പോൾ കേരള കോൺഗ്രസ് CPMലേക്ക് വന്നപ്പോൾ കുറച്ച് മണ്ഡലങ്ങൾ ഈ LDFലേക്ക് എത്തിയെങ്കിലും പരമാവധി നോക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രം മുഴുവൻ തന്നെ UDFന്റെ കയ്യിലാണ്. ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കൊണ്ടാണ് ലഭിക്കുന്നത്. അത് അടുത്ത തെരഞ്ഞെടുപ്പ് എന്തായാലും നിർണായകമാകുന്നത് ഭൂരിപക്ഷ വോട്ടിന് വേണ്ടിയുള്ള വലിയൊരു കടുപിടിയായിരിക്കും 2026 ഉണ്ടാകാൻ പോകുന്നത്.